നമസ്കാരം. ഞാൻ നമ്മുടെ KSOAക്ക് ന്യൂ മെമ്പർ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഫോം നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഫില്ല് ചെയ്യുന്നത് നോക്കാം. കുറേ ആൾക്കാർ ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ആ ലിങ്ക് നമുക്ക് അയച്ചു തരുന്നതെന്ന് ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഫോം കിട്ടും. ഇതാണ് രജിസ്ട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ എൻ്റെ ജിമെയിൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഈ മെയിൽ ID ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്കവിടെ ലോഗിൻ ചെയ്യാൻ ചോദിക്കും, ജസ്റ്റ് അത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഈ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് ഈ മെയിൽ ID നമുക്ക് റെസ്പോൺസിന് യൂസ് ചെയ്യട്ടെ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ജിമെയിൽ ID ലോഗിൻ ചെയ്യാത്തവർ എന്തായാലും അത് ലോഗിൻ ചെയ്യേണ്ടി വരും. അതിനുശേഷം നമ്മുടെ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷോപ്പിൻ്റെ മുഴുവൻ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക ഈ മാതിരി. ഇതിന് ശേഷം സ്ഥാപനത്തെ ഫുൾ അഡ്രസ്സ് നമുക്ക് കോമിട്ട് ഫുൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം മെമ്പർഷിപ്പ് എടുക്കാൻ ആരാണോ ഉദ്ദേശിക്കുന്ന ആളുടെ പേര്, ഓണറിൻ്റെ ആരുടെ പേരിലാണോ എടുക്കുന്നത് ആളുടെ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആളുടെ മൊബൈൽ നമ്പർ എത്രയാണോ കോണ്ടാക്ട് ചെയ്യേണ്ട മൊബൈൽ നമ്പർ അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അടുത്ത ചോദിക്കും നമ്മൾ ഇവിടെ വേസ്റ്റ് മാനേജ് കമ്പനി ഏതാണെന്നാണ്. അത് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് വെക്കുക. പിന്നെയുള്ളത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാറ്റഗറി ഏതാണ്, അതിപ്പോൾ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യുക. ഏതാണ് നമ്മുടെ ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഷോപ്പിൻ്റെ പ്ലേസ് ഏതാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. അത് ഏത് പഞ്ചായത്തിലാണ് അല്ലെങ്കിൽ ഏത് മുനിസിപ്പാലിറ്റിയിലാണെന്നുള്ളത് അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഏത് ജില്ലയിലാണ് നമ്മുടെ ഷോപ്പ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആധാർ കോപ്പി കൊടുക്കാനാണ് നമ്മൾ പറയുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ അപ്ലോഡ് ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ചോദിക്കുക, ഡ്രൈവിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ ഇത് ഇവിടെ ബ്രൗസ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അതുമ്മ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഉണ്ടോ, ഇപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും നമ്മുടെ ഫയല് അല്ലെങ്കിൽ ക്യാമറയിൽ നിന്ന് നേരെ ഫോട്ടോ എടുക്കാം. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുക്കുക. ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആധാർ അവിടെ കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ. അതല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്ത ഫയലാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കാണിക്കും. അപ്പോൾ അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ആധാർ ആണെങ്കിൽ ഞാൻ ആധാർ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് എത്ര MB, ഇതിവിടെ 10 MB വരെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ 4.3 MB അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ആധാർ ഇതില്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, അത് വേണമെന്നില്ല. അത് നമുക്ക് പിന്നീട് വാട്സപ്പിൽ കൂടെ അയച്ചു തന്നാലും മതി. ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്, നമുക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഇനി അടുത്തത് മറ്റേ ലൈസൻസ്, പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലൈസൻസ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയെന്നാണ്. ഇല്ലാത്തവർ നോ കൊടുക്കുക, ഉള്ളവർ യെസ് കൊടുത്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇല്ലാത്തവർ അവിടെ വെച്ച് കഴിഞ്ഞു കേട്ടോ. യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പഞ്ചായത്തിൻ്റെ ലൈസൻസിൻ്റെ കോപ്പിയാണ് ചോദിക്കുന്നത്. അതും മുമ്പത്തെ പോലെ തന്നെ ആഡ് ഫയൽ. ഇതും ഇപ്പം നമ്മൾ നിർബന്ധം ആയിരുന്നു. അത് നമ്മളിപ്പോൾ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്യുക. ചിലവർക്ക് പിന്നീട് കിട്ടുന്നുള്ളതുണ്ടെങ്കിൽ അത് നമ്മൾ അറിയിച്ചാലും മതി. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്യണമെങ്കിൽ സെയിം തന്നെ ആഡ് ഫയൽ ഇതേപോലെ തന്നെ ഫയലിൻ്റെ ഇത് വന്ന് നിൽക്കും. അവിടെ ബ്രൗസ് കൊടുക്കുക. വേണമെങ്കിൽ ഫോട്ടോ ആണെങ്കിൽ ക്യാമറ ഫോട്ടോ കൊടുക്കാം, അല്ലെങ്കിൽ ഫയൽ അപ്ലോഡ് കൊടുക്കാം. ഫയൽ അപ്ലോഡ് ചെയ്യുന്ന നേരെ നമുക്ക് ഏതാണോ ചെയ്യണം, നമ്മൾ സാധാരണ ഫോണിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണ പോലെ ഇവിടെ സെലക്ട് ചെയ്യുക. ഇതും കഴിഞ്ഞ് ഇത് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഇത് ഇവിടെ വന്ന് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇത് വന്ന് ഇവിടെ കാണിക്കുക. കണ്ട, ഇത് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇത് കഴിഞ്ഞോടുകൂടി നമ്മുടെ ഫോംസ് ഫില്ലിങ് കഴിഞ്ഞു.
ലാസ്റ്റ് സബ്മിറ്റ് ബട്ടൺ ഞെക്കാം. അതല്ല നമുക്ക് പഴയതിലൊക്കെ എന്തെങ്കിലും തെറ്റ് തിരുത്താനുണ്ടെങ്കിൽ ബാക്ക് കൊടുത്ത് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. മുമ്പത്തെ കാര്യങ്ങൾ ഓക്കെ ആണോ എന്നൊന്നുകൂടി ചെക്ക് ചെയ്യാം. അതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞോടുകൂടി കഴിഞ്ഞു. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് സബ്മിറ്റ് ഞെക്കുമ്പോൾ ദേ കണ്ടോ, ഇത് കംപ്ലീറ്റ് ആയി. റെസ്പോൺസ് റെക്കോർഡഡ്. ഇത് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഈ എഡിറ്റ് യുവർ റെസ്പോൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിച്ച കാര്യങ്ങൾ ഒന്നും കൂടി കാണിച്ചു തരും. വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം ഒന്നും കൂടി. വേണ്ടോ ടെസ്റ്റ് ഷോപ്പ്, ഫുൾ അഡ്രസ്സ്, ഓണർ നെയിം, അതെ ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് റീ അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇനിയിപ്പോൾ ആധാർ കോപ്പി ഇപ്പോൾ ഉദാഹരണത്തിന് 2 ഫോട്ടോ ആയിട്ടാണെങ്കിൽ അതും ഒന്നും കൂടി അടുത്ത ഫോട്ടോ വേണമെങ്കിൽ ആഡ് ഫയലിൽ കൂടെ ഒന്നും കൂടി ചെയ്യാം. 5 ഫയൽ വരെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റ് ആഡ് ഫയൽ കൊടുത്തിട്ട് ബ്രൗസ് കൊടുക്കുക, ക്യാമറ സെലക്ട് ചെയ്ത് ഫോട്ടോ എടുക്കുക. അതല്ലെങ്കിൽ നമ്മളതിൽ സേവ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ഓക്കെ. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് കൊടുത്തോണ്ടാണ് രണ്ടാമത് ഇങ്ങനെ വന്നത്. ഇത് കഴിഞ്ഞു. ഞാനിത് അവസാനം സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ അത് അപ്ഡേറ്റ് ആവും. ഓക്കെ, ഇത്രയ്ക്കേ ഉള്ളൂ. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കണം.